ഈശോ മിശിഹായിൽ ഏറ്റവും അധികം സ്നേഹിക്കപ്പെടുന്ന മാതാപിതാക്കളെ, സഹോദരി സഹോദരങ്ങളെ, ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്ത് അതിലൂടെ വളരെ പ്രസിദ്ധനായി തീർന്ന ഒരു വ്യക്തിയാണ് ആൽബർട്ട് ഷ്വൈറ്റ്സർ. അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ കുഞ്ഞുനാളിൽ 8ാം ക്ലാസ്സിൽ പഠിക്കുമ്പോൾ നടന്ന ഒരു സംഭവത്തെക്കുറിച്ച് ജീവചരിത്ര പുസ്തകത്തിൽ എഴുതി വച്ചിട്ടുണ്ട്. അതിപ്രകാരമാണ്: അദ്ദേഹത്തെക്കാളും പ്രായമുള്ള മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയുമായി 8ാം ക്ലാസ്സുകാരൻ ആൽബർട്ട് ശണ്ട കൂടുന്നു. ആദ്യം വാക്ക് തർക്കത്തിൽ ആരംഭിച്ചു. ക്രമേണ അത് കയ്യാങ്കളിയിലേക്ക് കടന്നു. തന്നേക്കാളും പ്രായമുള്ള, തന്നേക്കാളും മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന എതിരാളിയെ, പ്രതിയോഗിയെ ആൽബർട്ട് ഇടിച്ച് താഴെയിട്ടു. അങ്ങനെ ആ വഴക്കിൽ, തല്ലുപിടുത്തത്തിൽ ആൽബർട്ട് വിജയിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ക്ലാസ്സിലുള്ള എല്ലാ വിദ്യാർത്ഥികളും ചേർന്ന് ആൽബർട്ടിനെ തോളിലേറ്റി ആനന്ദ നൃത്തം ചെയ്തു. കാരണം ആൽബർട്ട് തന്നേക്കാളും മുതിർന്ന ഒരു കുട്ടിയെ, തന്നേക്കാളും മുതിർന്ന ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ ഇടിച്ചു തോൽപ്പിച്ചതിൻ്റെ ആഹ്ലാദവും ആനന്ദവുമാണ് കൂട്ടുകാർ പങ്കുവച്ചത്. എന്നാൽ ഇടിയേറ്റ് വീണ ഈ പയ്യൻ എഴുന്നേറ്റ് നിന്ന് വേദനയോടെ ഉറക്കെ ഇങ്ങനെ പറയുന്നുണ്ട്: എടാ ആൽബർട്ടെ, നീ വിജയിച്ചു എന്ന് കരുതി ഊറ്റം കൊള്ളേണ്ട കാര്യമില്ല, അഹങ്കരിക്കേണ്ട കാര്യമില്ല. കാരണം നിന്നെപ്പോലെ ദിവസവും 3 നേരം ഭക്ഷണം കഴിക്കാൻ എനിക്ക് ഉണ്ടായിരുന്നുവെങ്കിൽ നിന്നെപ്പോലെ ആരോഗ്യവും എനിക്കുണ്ടാകുമായിരുന്നു. ഇത് കേൾക്കുന്ന ആൽബർട്ടിൻ്റെ വിജയ ആഹ്ലാദവും ആനന്ദവും ഒക്കെ ആവിയായിപ്പോയി. കൂട്ടുകാരുടെ തോളിൽ നിന്ന് ആൽബർട്ട് താഴെ ഇറങ്ങി. ഏറെ നേരം ശിരസ് കുമ്പിട്ട് നിന്നു. അന്ന് ആൽബർട്ട് മനസ്സിലാക്കുന്നു, തൻ്റെ ആരോഗ്യവും തനിക്കുള്ള കഴിവുകളും അനാരോഗ്യമുള്ളവരെയും കഴിവില്ലാത്തവരെയും ഉപദ്രവിക്കാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന്. തൻ്റെ ആരോഗ്യവും തൻ്റെ കഴിവുകളും സാമർഥ്യവും സമ്പത്തുമെല്ലാം കഴിവില്ലാത്തവരെ, സമ്പത്തില്ലാത്തവരെ, ആരോഗ്യമില്ലാത്തവരെ ഉപദ്രവിക്കുവാൻ വേണ്ടിയല്ല, മറിച്ച് അവരെ സഹായിക്കുവാൻ വേണ്ടിയാണ് ഉപയോഗിക്കേണ്ടത് എന്ന് 8ാം ക്ലാസ്സുകാരൻ പയ്യൻ്റെ മനസ്സിൽ ആഴത്തിൽ കടന്നുകൂടിയ ചിന്തയായിരുന്നു ഈ സംഭവത്തിൻ്റെ പശ്ചാത്തലത്തിൽ. അന്നു മുതൽ തന്നെ സാധിക്കുന്ന വിധത്തിലൊക്കെ സഹപാഠികളെ സഹായിക്കാനും സഹപാഠികൾക്ക് നന്മ ചെയ്യാനും അദ്ദേഹം പരിശ്രമിച്ചിരുന്നു. സ്കൂൾ ജീവിത കാലഘട്ടത്തിൽ തന്നെ ഒത്തിരി സാമൂഹ്യ ക്ഷേമ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുക്കാൻ മാത്രം ആൽബർട്ടിൻ്റെ ഹൃദയം വികസിച്ചു. ആൽബർട്ടിൻ്റെ സ്വഭാവം രൂപീകരിക്കപ്പെട്ടു. പിന്നീട് അദ്ദേഹം മാനവ സ്നേഹത്തിൻ്റെ പ്രവാചകനായി വാഴ്ത്തപ്പെടുന്ന, ജീവകാരുണ്യ പ്രവർത്തനങ്ങളുടെ മുൻനിരയിലേക്ക് കടന്നു വന്ന ഒരു സാമൂഹ്യ പ്രവർത്തകനായി രൂപാന്തരപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ഗ്രന്ഥം ലൂക്കായുടെ സുവിശേഷം 10ാം അധ്യായത്തിലേക്ക് നോക്കുമ്പോൾ നമ്മൾ വായിക്കുന്ന സംഭവമാണ് നല്ല സമറായൻ്റെ ഉപമ. ഈ നല്ല സമറായൻ്റെ ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളെ ഒന്ന് ധ്യാനിക്കുക. ഈ കഥാപാത്രങ്ങളിൽ ഏറെ കഴിവും ആരോഗ്യവും സാമർഥ്യവും സംഘബലവുമൊക്കെ ഉണ്ടായിരുന്ന വിഭാഗമാണ് കവർച്ചക്കാർ എന്ന പേരിൽ അറിയപ്പെടുന്ന വിഭാഗം. തങ്ങളുടെ കഴിവും തങ്ങളുടെ സാമർഥ്യവും തങ്ങളുടെ ആരോഗ്യവും തങ്ങളുടെ സംഘബലവും അവർ ഉപയോഗിച്ചത് എന്തിനു വേണ്ടിയായിരുന്നു? ഒരു സാധു മനുഷ്യനെ ഉപദ്രവിക്കാൻ വേണ്ടിയായിരുന്നു, അദ്ദേഹത്തെ നശിപ്പിക്കാൻ വേണ്ടിയായിരുന്നു, അദ്ദേഹത്തിൻ്റെ സ്വന്തമായത് കവർന്നെടുക്കാൻ വേണ്ടിയായിരുന്നു. ഈ ഉപമയിൽ പ്രത്യക്ഷപ്പെടുന്ന മറ്റു കഥാപാത്രങ്ങളെയും ധ്യാനിക്കാം. മൃതപ്രായനായി വഴിയരികിൽ കിടക്കുന്ന മനുഷ്യൻ്റെ അരികിലൂടെ കടന്നുപോയ പുരോഹിതനും ലേവായനും. അവർക്കും ഉണ്ടായിരുന്നു കഴിവും സാമർഥ്യവും. തീർച്ചയായും തങ്ങളുടെ കഴിവും സാമർഥ്യവും വേണമെങ്കിൽ ആ മനുഷ്യനെ സഹായിക്കാൻ, കരുണ കാണിക്കാൻ ഉപയോഗിക്കാമായിരുന്നു. അവർ അത് ഉപയോഗിക്കുന്നില്ല, അവർ കടന്നു പോകുന്നു. എന്നാൽ അവസാനം വന്ന സമറായൻ, സത്യത്തിൽ വീണുകിടക്കുന്ന മനുഷ്യൻ തൻ്റെ ശത്രുവാണ് എന്ന് തിരിച്ചറിഞ്ഞിട്ട്, ശത്രു എന്ന് പറഞ്ഞാൽ വ്യക്തിപരമായ വിരോധമോ വൈരാഗ്യമോ അല്ല, ഒരു യഹൂദനും സമറായരും തമ്മിൽ ശത്രുതയിലായിരുന്നു. യഹൂദനും സമറായരും തമ്മിൽ നേരിട്ട് കണ്ടാൽ അത് അടിപിടിയിലൊക്കെ അവസാനിക്കാനുള്ള സാധ്യതകൾ വളരെ കൂടുതലായിരുന്നു. തങ്ങളുടെ മുൻപിൽ മൃതപ്രായനായി കിടക്കുന്ന വ്യക്തി യഹൂദനാണെന്ന് തിരിച്ചറിഞ്ഞിട്ടും സമറായൻ
യഹൂദനെ സഹായിക്കാൻ തയ്യാറാകുന്നു. ശത്രുവാണോ എന്ന് നോക്കിയിട്ടല്ല, മിത്രമാണോ എന്ന് നോക്കിയിട്ടല്ല, ആവശ്യത്തിലിരിക്കുന്ന സഹോദരനെ സഹായിക്കുന്നതിന് വേണ്ടി ഈ വ്യക്തി ഉപയോഗിച്ചപ്പോൾ അദ്ദേഹത്തിന് വിശുദ്ധ ഗ്രന്ഥം ചാർത്തി നൽകുന്ന വിശേഷണമാണ് നല്ല സമറായൻ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ വ്യക്തി ജീവിതത്തിലേക്ക് നമുക്കൊന്ന് തിരിഞ്ഞു നോക്കാം. എന്തുമാത്രം കഴിവുകളും സാമർഥ്യവും നമുക്കുണ്ട്. ആരോഗ്യമുണ്ടാകാം, സമ്പത്തുണ്ടാകാം, സൗന്ദര്യമുണ്ടാകാം, കഴിവുകളുണ്ടാകാം, ബുദ്ധിയുണ്ടാകാം. ഇതൊക്കെ ഞാൻ ഉപയോഗിക്കുന്നത് എന്തിനു വേണ്ടിയാണ്? എൻ്റെ ആരോഗ്യം സഹപ്രവർത്തകനെ അടിച്ചമർത്താൻ വേണ്ടിയാണോ ഞാൻ ഉപയോഗിക്കുന്നത്? എൻ്റെ ബുദ്ധി സാമർഥ്യം ദ്രോഹം ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ ഉപയോഗിക്കുന്നത്? എൻ്റെ വാക്ചാതുര്യം, വാക് സാമർഥ്യം മറ്റുള്ളവരുടെ കുറ്റങ്ങൾ പറയാനും കുറവുകൾ പറയാനും പരദൂഷണങ്ങൾ പറഞ്ഞ് അപകീർത്തിപ്പെടുത്തുവാനും അനേകരെ ഇത്തരണത്തിൽ ഇല്ലായ്മ ചെയ്യുന്നതിന് വേണ്ടിയാണോ ഞാൻ ഉപയോഗിക്കുന്നത്? അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ എനിക്കുള്ള സാമർഥ്യങ്ങൾ മറ്റുള്ളവരെ വളർത്താൻ വേണ്ടിയാണോ, സഹായിക്കാൻ വേണ്ടിയാണോ, അതോ നശിപ്പിക്കാൻ വേണ്ടിയാണോ, ഇല്ലായ്മ ചെയ്യാൻ വേണ്ടിയാണോ ഞാൻ ഉപയോഗിക്കുന്നത്? ഫ്രാൻസിസ് മാർപ്പാപ്പ ധന്യപദവിയിലേക്ക് ഏതാനും നാളുകൾക്ക് മുൻപ് എടുത്തുയർത്തിയ ഒരു വ്യക്തിയെക്കുറിച്ച് ശാലോമിൽ നിങ്ങൾ വായിച്ചറിഞ്ഞിട്ടുണ്ടാകും. അദ്ദേഹത്തിൻ്റെ പേര് കാർലോ അക്വിറ്റിസ് എന്നാണ്. കാർലോ അക്വിറ്റിസ് 15 വയസ്സ് മാത്രം പ്രായമുള്ളപ്പോൾ ക്യാൻസർ എന്ന രോഗം മൂലം ഈ ലോകത്തോട് വിടവാങ്ങി സ്വർഗസമ്മാനത്തിനായി വിളിക്കപ്പെട്ട വ്യക്തിയാണ് കാർലോ അക്വിറ്റിസ് എന്നു പേരുള്ള ബാലൻ. അദ്ദേഹത്തിന് ഉണ്ടായിരുന്ന പ്രത്യേകമായ ഒരു കഴിവാണ് കമ്പ്യൂട്ടർ പരിജ്ഞാനം. കമ്പ്യൂട്ടറുമായി ബന്ധപ്പെട്ട്, സോഷ്യൽ മീഡിയയുമായി ബന്ധപ്പെട്ട്, അതുപോലെ തന്നെ ഇൻ്റർനെറ്റുമായി ബന്ധപ്പെട്ട്, അതിൻ്റെ സാങ്കേതികതയുമായി ബന്ധപ്പെട്ട് അറിവും കഴിവും സാമർഥ്യവും ഉണ്ടായിരുന്ന ഈ കൊച്ചു പയ്യൻ തൻ്റെ ഈ കഴിവ് എടുത്തുപയോഗിച്ചത് ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ആയിരുന്നു. 11ാമത്തെ വയസ്സ് മുതൽ ഈ ബാലൻ ചെയ്തിരുന്ന കാര്യം അദ്ദേഹത്തിൻ്റെ കമ്പ്യൂട്ടർ പരിജ്ഞാനം ഉപയോഗിച്ച് ദിവ്യകാരുണ്യ ഭക്തി വളർത്താൻ എന്തെല്ലാം ചെയ്യാൻ പറ്റുമോ അതെല്ലാം ചെയ്യുന്നതിന് വേണ്ടി അദ്ദേഹം പരിശ്രമിച്ചു. ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്ന സ്ഥലങ്ങളിൽ എന്നെ കൊണ്ടു ചെല്ലണമെന്ന് ഇതാ മാതാപിതാക്കളോട് ക്യാൻസർ രോഗബാധിതനായ ഈ കൊച്ചു പയ്യൻ ആവശ്യപ്പെടുകയും അങ്ങനെ സാധിക്കുന്നിടത്തോളം സ്ഥലങ്ങളിലേക്ക്, ദിവ്യകാരുണ്യ അത്ഭുതങ്ങൾ നടന്നിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് പോവുകയും ചെയ്യുന്ന ഈ ബാലൻ അതെല്ലാം ശേഖരിച്ച് കമ്പ്യൂട്ടറിലാക്കി സാധിക്കുന്നിടത്തോളം ആളുകളിലേക്ക് അത് എത്തിക്കാനും ദിവ്യകാരുണ്യ ഭക്തി വളർത്താനും പരിശ്രമിച്ചിരുന്ന വ്യക്തിയായിരുന്നു. പ്രിയപ്പെട്ടവരെ, ഒഴിവു സമയങ്ങളിലൊക്കെ മണിക്കൂറുകൾ ദിവ്യകാരുണ്യത്തിന് മുൻപിൽ അദ്ദേഹം ചിലവഴിച്ചിരുന്നു. ദിവ്യകാരുണ്യത്തോട് അടങ്ങാത്ത ഭക്തിയും ആവേശവും ഈ കുഞ്ഞിന് ഉണ്ടായിരുന്നു. സാധിക്കുമ്പോഴൊക്കെ രോഗത്തിൻ്റെ വേദനകൾ ബുദ്ധിമുട്ടിപ്പിക്കുമ്പോഴും സാധിക്കുമെങ്കിൽ എല്ലാ ദിവസവും തന്നെ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കാൻ ഈ ചെറുപ്പം പയ്യൻ ദേവാലയത്തിൽ പോയിരുന്നു. മറ്റു സമയങ്ങളിലൊക്കെ ഈ ദിവ്യകാരുണ്യവുമായി ബന്ധപ്പെട്ട അത്ഭുത സംഭവങ്ങൾ ശേഖരിക്കുവാനും കളക്ട് ചെയ്യാനും സ്വരുക്കൂട്ടാനും അത് പിന്നീട് ദിവ്യകാരുണ്യ ഭക്തി വളർത്തുന്നതിന് വേണ്ടി മാർഗമാക്കി ഉപയോഗിക്കാനും തന്നാലാകുന്ന വിധത്തിലൊക്കെ ഈ പയ്യൻ ശ്രമിച്ചിരുന്നു. നമ്മൾ മനസ്സിലാക്കുന്നതനുസരിച്ച് അതിനുവേണ്ടി അദ്ദേഹം ഒരു വെബ്സൈറ്റ് തന്നെ നിർമ്മിക്കുന്നു. ഔദ്യോഗികമായി അംഗീകരിച്ചിട്ടുള്ള 136 ദിവ്യകാരുണ്യ അത്ഭുത സംഭവങ്ങൾ അവൻ ശേഖരിക്കുന്നു. 5 ഭൂഖണ്ഡങ്ങളിൽ ഇതുമായി ബന്ധപ്പെട്ട് വെർച്വൽ ലൈബ്രറിയുടെ പ്രദർശനം അവൻ നടത്തുകയും ചെയ്യുന്നു. പ്രിയപ്പെട്ടവരെ, 15ാം വയസ്സിൽ നിത്യസമ്മാനത്തിന് വിളിക്കപ്പെട്ട ഈ കൊച്ചു പയ്യൻ അവനുണ്ടായിരുന്ന കമ്പ്യൂട്ടർ പരിജ്ഞാനവും അവനുണ്ടായിരുന്ന കഴിവും അവൻ ഉപയോഗിച്ചത് ദിവ്യകാരുണ്യ ഭക്തി വളർത്താൻ, തൻ്റെ ഈശോയോടുള്ള സ്നേഹം ഏതെല്ലാം വിധത്തിൽ പ്രകടമാക്കാൻ പറ്റുമോ അതിനു വേണ്ടിയാണ് ഈ കഴിവും ഈ സാമർഥ്യവും അവൻ ഉപയോഗിക്കുന്നത്. ആനുകാലിക സംഭവങ്ങളുടെ വെളിച്ചത്തിൽ ചിന്തിച്ചാൽ നമുക്കറിയാം, പലപ്പോഴും ഇന്ന് കത്തോലിക്ക സഭ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഏറെ ആക്രമിക്കപ്പെടുന്നുണ്ട്, ഉപദ്രവിക്കപ്പെടുന്നുണ്ട്. പ്രിയപ്പെട്ടവരെ, ഒന്ന് ചിന്തിച്ചു നോക്കുന്നത് നല്ലതാണ്. എന്താണ് സഭ എന്ന് പറയുന്നത്? ക്രിസ്തു സ്വന്തം രക്തം കൊടുത്ത് ജീവനും ജീവിതവും അർപ്പിച്ച് നേടിയെടുത്തതാണ് സഭ.
ഈ കത്തോലിക്ക സഭ ക്രിസ്തു രക്തം കൊടുത്ത് നേടിയെടുത്തതാണ് എങ്കിൽ, ക്രിസ്തുവിൻ്റെ മൗതിക ശരീരമാണ് എങ്കിൽ, ഈ മൗതിക ശരീരത്തിൽ ചെളിവാരി എറിയുവാൻ ഞാൻ ഒരുങ്ങുമ്പോൾ, ഞാൻ തയ്യാറായാൽ, ക്രിസ്തുവിന് തന്നെയാണ് വേദനിക്കുന്നത് എന്ന തിരിച്ചറിവ് നമുക്ക് ഉണ്ടാകേണ്ടതുണ്ട്. തീർച്ചയായും സഭയിലെ എല്ലാവരും വിശുദ്ധരാണെന്നോ, സഭയിലുള്ള എല്ലാ വൈദികരും സന്യസ്തരും സമർപ്പിതരും മെത്രാന്മാരും പരിശുദ്ധരാണെന്നോ ഒന്നുമല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. എല്ലാവരും സാധാരണ മനുഷ്യർ തന്നെയാണ്. എല്ലാവർക്കും ഉണ്ട് അവരവരുടേതായ ബലഹീനതകളും കുറവുകളും. സാധാരണ കുടുംബങ്ങളിൽ ജനിച്ച് സാധാരണ മാതാപിതാക്കളിൽ നിന്ന് പിറന്ന് സാധാരണ കുടുംബ പശ്ചാത്തലങ്ങളിൽ വളർന്നു വരുന്ന സാധാരണ മനുഷ്യരാണ് പിന്നീട് 15 16 വയസ്സൊക്കെ ആകുമ്പോൾ സെമിനാരിയിൽ ചേരുന്നത്, മഠങ്ങളിൽ ചേരുന്നത്, 10 12 15 വർഷത്തെ പരിശീലനത്തിന് ശേഷം പുരോഹിതരായിത്തീരുന്നത്, സന്യാസ സമർപ്പിത ജീവിത വഴികളിലേക്ക് വരുന്നത്. പച്ച മനുഷ്യരെന്ന നിലയിലുള്ള കുറവുകളും ബലഹീനതകളുമൊക്കെ ഏത് പുരോഹിതനുമുണ്ട്, ഏത് സന്യസ്തനുമുണ്ട്, സമർപ്പിതനുമുണ്ട്. അവരുടെ ജീവിതത്തിൽ കുറവുകൾ സംഭവിച്ചാൽ, അവരുടെ ജീവിതത്തിൽ വീഴ്ചകൾ സംഭവിച്ചാൽ അതിനെ ഒരിക്കലും ന്യായീകരിക്കുന്നതല്ല, അതിനെ ഒരിക്കലും ജസ്റ്റിഫൈ ചെയ്യുന്നതല്ല. എങ്കിലും പ്രിയപ്പെട്ടവരെ, ആ കുറവുകളുടെ പേരിൽ ഏതാനും ചില വൈദികരുടെ ജീവിതത്തിലോ ഏതാനും ചില സന്യസ്തരുടെ സമർപ്പിതരുടെ ജീവിതത്തിലോ സംഭവിക്കുന്ന അപജയങ്ങളുടെ പേരിൽ കത്തോലിക്ക സഭ മുഴുവനും ഇത്തരണത്തിലാണ്. എല്ലാ പുരോഹിതരും സന്യസ്തരും സമർപ്പിതരും എല്ലാ മെത്രാന്മാരും ഈ വിധത്തിലുള്ളവരാണ് എന്ന് സ്ഥാപിക്കാനായി സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ വ്യഗ്രത നമ്മൾ കാണിക്കുമ്പോൾ ഓർക്കുക, മുറിവേൽക്കുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിനാണ്, വേദനിക്കുന്നത് കർത്താവിൻ്റെ ശരീരത്തിനാണ്. തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടണം എന്നുള്ളത് ന്യായമായ കാര്യം തന്നെ. എങ്കിലും സഭയെ തകർക്കാൻ പരിശ്രമിക്കുന്ന വ്യക്തികളുടെ കൂട്ടുപിടിച്ച് അവരെ പ്രോത്സാഹിപ്പിക്കുന്ന വിധത്തിൽ സഭയുടെ മക്കൾ തന്നെ, അല്ലെങ്കിൽ സഭയുടെ എല്ലാ തരത്തിലുള്ള ആനുകൂല്യങ്ങളും പ്രസാദവരങ്ങളും കൃപകളുമൊക്കെ അനുഭവിക്കുന്നവർ തന്നെ അറിയാൻ പാടില്ലാത്ത കാര്യങ്ങൾക്ക് പോലും മാധ്യമങ്ങളിലൂടെ ആക്രമിക്കാനായിട്ട് ശ്രമിക്കുമ്പോൾ മുറിവേൽക്കുന്നത് ക്രിസ്തുവിന് തന്നെയാണ് എന്ന കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. പ്രിയപ്പെട്ടവരെ, ഇതാരെയും കുറ്റം പറയാനോ അല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ വന്നുപോകുന്ന കുറവുകൾ ന്യായീകരിക്കാനോ ഒന്നും വേണ്ടിയിട്ട് പറയുന്ന കാര്യമല്ല. കുറവുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, വീഴ്ചകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ, തെറ്റുകൾ സംഭവിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും അതിന് പരിഹാരം ആവശ്യമാണ്, അതിന് പ്രായശ്ചിത്തം ആവശ്യമാണ്. ശിക്ഷിക്കപ്പെടേണ്ടതാണെങ്കിൽ ശിക്ഷിക്കപ്പെടേണ്ടതുമാണ്. എന്നാൽ സഭയെ പൂർണ്ണമായും ക്രിസ്തുവിൻ്റെ സഭ, ക്രിസ്തു രക്തം കൊടുത്ത് ജീവൻ കൊടുത്ത് നേടിയെടുത്ത സഭയെ കാടടച്ച് ആക്രമിക്കാൻ, എല്ലാറ്റിനെയും ആക്രമിക്കാൻ ഒരുങ്ങുമ്പോൾ, തയ്യാറാകുമ്പോൾ മുറിവേൽക്കുന്നത് കേവലം ഏതാനും ചില വൈദികർക്കോ സിസ്റ്റേഴ്സിനോ അല്ല, ക്രിസ്തുവിന് തന്നെയാണ് എന്നുള്ള തിരിച്ചറിവ് നമുക്കുണ്ടാകട്ടെ. സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ സാധ്യമാകുന്നിടത്തോളം യേശു സ്നേഹത്തിൻ്റെ, ദൈവരാജ്യ പ്രഘോഷണത്തിൻ്റെ പ്രചാരകരായും പ്രഘോഷകരായും മാറുവാനാണ് നമുക്കുള്ള കഴിവുകളൊക്കെ നമ്മൾ ഉപയോഗിക്കേണ്ടത്. പുരോഹിതരെയും സന്യസ്തരെയും ന്യായീകരിച്ച് പോസ്റ്റ് ഇടണമെന്നോ അതല്ലെങ്കിൽ അത്തരത്തിലുള്ള വാർത്തകൾ പ്രചരിപ്പിക്കണമെന്നോ അല്ല ഈ പറഞ്ഞതിൻ്റെ അർത്ഥം. നേരെ മറിച്ച് നമുക്ക് സോഷ്യൽ മീഡിയയുടെ മേഖലയിലോ ഇൻ്റർനെറ്റ് കമ്പ്യൂട്ടർ മേഖലകളിലോ നമുക്ക് കഴിവുണ്ടെങ്കിൽ, സാമർഥ്യമുണ്ടെങ്കിൽ തീർച്ചയായും നമ്മൾ ആ കഴിവുകളൊക്കെ നമ്മളാലാകുന്ന വിധത്തിൽ നന്മ പ്രചരിപ്പിക്കുവാൻ, സുവിശേഷ മൂല്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ, സുവിശേഷ സത്യങ്ങൾ പ്രചരിപ്പിക്കുവാൻ, സുവിശേഷത്തിൻ്റെ പ്രഘോഷകരായി മാറുവാൻ സാധിക്കുന്നിടത്തോളം യേശു സ്നേഹം മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നവരായി നമ്മൾ മാറുവാൻ കഴിയുന്നിടത്തോളം അത്തരം കാര്യങ്ങളിലേക്ക് നമ്മുടെ കഴിവും നമ്മുടെ സാമർഥ്യവും ഒക്കെ ഉപയോഗിച്ചിരുന്നുവെങ്കിൽ എത്രയോ അധികമായി ക്രിസ്തു വില കൊടുത്ത് സ്വന്തമാക്കിയ സഭ അഥവാ ക്രിസ്തുവിൻ്റെ ഏറ്റവും വലിയ ആഗ്രഹവും സ്വപ്നവുമായ ദൈവരാജ്യം ഭൂമിയിൽ സംസ്ഥാപിതമാവുക എന്നുള്ള അവസ്ഥ സംജാതമാകുമായിരുന്നു. എന്ന് വെച്ചാൽ ലോകത്തുള്ള എല്ലാവരും ക്രിസ്ത്യാനികളാക്കുക, മതം മാറ്റുക എന്നുള്ള അർത്ഥത്തിലോ ആശയത്തിലോ അല്ല ഈ പറയുന്നത്. ഈശോയെ അറിയണം. 2000 വർഷങ്ങൾക്ക് മുൻപ് ഈ ഭൂമിയിൽ ജനിച്ച് ജീവിച്ച് പീഡ സഹിച്ച് മരിച്ച് 3-ാം ദിവസത്തിൽ ഉത്ഥാനം ചെയ്ത ക്രിസ്തു ദൈവത്തിൻ്റെ പുത്രനാണ്, ഏകരക്ഷകനാണ്. ഈ പരമമായ സത്യം ലോകം മുഴുവനും അറിയണം. അറിയാത്തിടങ്ങളിലേക്കൊക്കെ ഈ വാർത്ത എത്തുവാനുള്ള ഉപകരണമായി, പരിശുദ്ധാത്മാവിൻ്റെ കൈകളിലെ ഉപകരണമായി ഞാനും നിങ്ങളും മാറേണ്ടതുണ്ട്. അതിന് നമ്മളാലാകുന്ന വിധത്തിൽ ഇത്തരത്തിലുള്ള കഴിവുകളൊക്കെ നമ്മൾ വിനിയോഗിക്കേണ്ടതും ആവശ്യമാണ്. എല്ലാവർക്കും മൈക്ക് വെച്ച് പ്രസംഗിക്കാനുള്ള കഴിവുണ്ടാകണമെന്നില്ല.
എല്ലാവർക്കും വലിയ എഴുത്തുകാരാകാനുള്ള കഴിവ് ഉണ്ടാകണമെന്നില്ല. എനിക്കുള്ള കഴിവ് ഉപയോഗിച്ച് സാധിക്കുന്നിടത്തോളം ക്രിസ്തുവിൻ്റെ രാജ്യം പ്രഘോഷിക്കാൻ, അത് മറ്റു മതങ്ങളെ അടിച്ചമർത്തിയോ ഉപദ്രവിച്ചോ മറ്റു മതങ്ങളോടും വിശ്വാസങ്ങളോടും അസഹിഷ്ണുത കാണിച്ചോ അല്ല. കാരണം ക്രിസ്തു ഈ ഭൂമിയിൽ പ്രസംഗിച്ച സുവിശേഷം ദൈവസ്നേഹത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കാൻ, ദൈവകരുണയുടെ സുവിശേഷം പ്രസംഗിക്കാൻ, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും സുവിശേഷം പ്രസംഗിക്കാൻ എൻ്റെ ജീവിതത്തിലെ കഴിവുകൾ ഞാൻ ഉപയോഗിക്കാൻ തയ്യാറാകണമെന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനു പകരം നമുക്കുള്ള കഴിവുകളെ ദൈവരാജ്യത്തെ തച്ച് തകർക്കുന്ന വിധത്തിലുള്ള കാര്യങ്ങളാക്കി നമ്മൾ ഉപയോഗിക്കുമ്പോൾ മുറിപ്പെടുന്നത് ക്രിസ്തുവിൻ്റെ ശരീരത്തിനാണ് എന്ന് ഓർക്കുക. ക്രിസ്തു സ്ഥാപിച്ച കൂദാശകൾക്കെതിരെ നടക്കുന്ന ആക്രമണങ്ങളിലൂടെ സംഭവിക്കുന്ന ഏറ്റവും വലിയ ദുരന്തം എന്താണ്? ആ കൂദാശകൾ സ്വീകരിക്കാനുള്ള മനുഷ്യരുടെ മനസ്സിലെ വിശ്വാസമാണ് അതിലൂടെ തകർക്കപ്പെടുന്നത്. പരിശുദ്ധമായ പരിപാവനമായ വിശുദ്ധ കുംഭസാരം എന്ന കൂദാശ ഏത് കൂദാശയും ആയിക്കൊള്ളട്ടെ, ക്രിസ്തു സ്ഥാപിച്ചതാണ്. ക്രിസ്തു സ്ഥാപിച്ച കൂദാശകളിലൂടെ ഒഴുക്കപ്പെടുന്നത് ക്രിസ്തു കുരിശിലെ ബലിയിലൂടെ നേടിത്തന്ന കൃപയാണ്, പ്രസാദവരമാണ്. ആ പ്രസാദവരം സ്വീകരിക്കാൻ ദൈവമക്കളെ ഒരുക്കുന്ന, ദൈവമക്കളെ സഹായിക്കുന്ന കൂദാശകൾ ആക്രമിക്കപ്പെടുമ്പോൾ മനസ്സിലാക്കിക്കൊള്ളുക, പ്രസാദവരം സ്വീകരിക്കാനുള്ള അവസരമാണ് അതിലൂടെ നിഷേധിക്കപ്പെടുന്നത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമുക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് ആധികാരികമായി സംസാരിക്കാൻ നമ്മൾ ഒരിക്കലും തയ്യാറാകരുത്. നമുക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് വെറുതെ നമ്മൾ സോഷ്യൽ മീഡിയയിലൂടെ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുമ്പോൾ അതിലൂടെ തീർച്ചയായും ഏതെങ്കിലും വ്യക്തികൾ വിശ്വാസത്തിൽ നിന്ന് അകന്നാൽ, ഓർത്തേക്കുക, എൻ്റെ സംസാരം മൂലമോ എൻ്റെ പ്രവൃത്തി മൂലമോ ഏതെങ്കിലും സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ഞാൻ പടർത്താൻ ശ്രമിക്കുന്ന ഇല്ലാത്ത അറിയാത്ത വാർത്തകളെക്കുറിച്ചുള്ള പ്രവർത്തനങ്ങൾ മൂലമോ ഏതെങ്കിലും ഒരു എളിയ വിശ്വാസിയുടെ വിശ്വാസ ജീവിതത്തിൽ നിന്ന് അകലാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ അത് എനിക്കൊരു കടമായി തീരുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. അത് ഉത്തിരിപ്പ് കടമായി മാറുമെന്നുള്ള കാര്യം മനസ്സിലാക്കിക്കൊള്ളുക. എൻ്റെ പ്രവർത്തികൾ മൂലം ഒരു സാധാരണ വിശ്വാസിക്ക് ഇടർച്ച സംഭവിക്കാൻ കാരണമാകുന്നുണ്ട് എങ്കിൽ തീർച്ചയായും അത് എനിക്ക് ദൈവത്തിൻ്റെ തിരുമുൻപിൽ കടമായി മാറുമെന്നുള്ള യാഥാർത്ഥ്യം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. പലപ്പോഴും നമ്മൾ കരുതും ഇതിലൂടെ എന്താ, ബുദ്ധിയുള്ള മനുഷ്യർക്ക് സാമാന്യഗതിയിൽ ഒരു കാര്യം വായിച്ചാൽ ശരിയാണോ തെറ്റാണോ എന്ന് വിലയിരുത്താനായിട്ട് സാധിക്കുമല്ലോ. അതുകൊണ്ട് എനിക്ക് ഉറപ്പില്ലെങ്കിലും ചില വാർത്തകളും ചില ന്യൂസുകളുമൊക്കെ കഴിയുന്നിടത്തോളം ആളുകളിലേക്ക് പ്രചരിപ്പിക്കാനായിട്ട് ശ്രമിക്കുന്നു. പ്രിയപ്പെട്ടവരെ ഓർക്കുക, ഒരു അസത്യം ആവർത്തിച്ച് വായിച്ചാൽ, ആവർത്തിച്ച് കേൾക്കാനിട വന്നാൽ അസത്യത്തെ സത്യമായി വിശ്വസിക്കാനുള്ള പ്രവണത മനുഷ്യർക്കുണ്ട്. പണ്ട് ജർമ്മനിയിൽ ഹിറ്റ്ലർ ആവിഷ്കരിച്ച് നടപ്പാക്കിയ തന്ത്രമാണിത്. ഒരു നുണ ആവർത്തിച്ച് പറഞ്ഞ് മനുഷ്യന്റെ മനസ്സുകളിൽ അത് സത്യമാണെന്ന തോന്നൽ ഉണ്ടാക്കിയെടുക്കും. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ ഓർക്കുക, നമുക്കറിവില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച്, നമുക്ക് ബോധ്യമില്ലാത്ത കാര്യങ്ങളെക്കുറിച്ച് അനാവശ്യമായ പ്രചരണങ്ങൾ സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ നമ്മൾ നടത്തുമ്പോൾ അത് വായിക്കുന്ന ഒരു സാധു വിശ്വാസിക്ക്, ഒരു എളിയ വിശ്വാസിക്ക്, ഒരു ദുർബലനായ വിശ്വാസിക്ക് വിശ്വാസം തകർന്നാൽ, വിശ്വാസത്തിൽ കുറവ് സംഭവിച്ചാൽ, കൂദാശകളിലൂടെ കിട്ടുന്ന പ്രസാദവരത്തെ ഉൾക്കൊള്ളാനുമുള്ള ആ കാര്യത്തിന് ഒരു തടസ്സം നേരിട്ടാൽ, അതിലൂടെ ആ വ്യക്തി സ്വീകരിക്കേണ്ട പ്രസാദവരം തടസ്സമായി മാറിയാൽ അത് തീർച്ചയായും എനിക്ക് ഒരു കടമായി മാറുമെന്ന് ഉള്ള യാഥാർത്ഥ്യത്തെ തിരിച്ചറിയാനുള്ള ബോധം നമുക്കുണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, നമ്മിലെ കഴിവുകൾ, നമ്മുടെ സാമർഥ്യങ്ങൾ, നമ്മുടെ ആരോഗ്യമാകട്ടെ, സമ്പത്താകട്ടെ, സ്ഥാനമാനങ്ങളാകട്ടെ, പദവിയാകട്ടെ, അധികാരമാകട്ടെ, ബുദ്ധിശക്തിയാകട്ടെ, മറ്റേത് മേഖലയിലുള്ള കഴിവാകട്ടെ, അപരൻ്റെ നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, അപരൻ്റെ ഉപകാരത്തിന് വേണ്ടി ഉപയോഗിക്കുക, അപരൻ്റെ വളർച്ചയ്ക്ക് വേണ്ടി ഉപയോഗിക്കുക, അപരന് നന്മയായി തീരുന്നതിന് വേണ്ടി ഉപയോഗിക്കുക. പലപ്പോഴും നമ്മൾ അറിഞ്ഞു അറിയാതെയും നമ്മുടെ കഴിവുകളും സാമർഥ്യങ്ങളും ഒക്കെ തിന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാറുണ്ട്. ഒരുപക്ഷെ നല്ലപോലെ സംസാരിക്കാൻ കഴിവുള്ളൊരു വ്യക്തി, നല്ലപോലെ കാര്യങ്ങൾ അവതരിപ്പിച്ച് കാര്യങ്ങൾ സ്ഥാപിക്കാൻ, സ്ഥിരീകരിക്കാൻ, വിശ്വസിപ്പിക്കാൻ കഴിവുള്ളൊരു വ്യക്തി, ഈ കഴിവ് നല്ല കാര്യങ്ങൾക്ക് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം, തിന്മയ്ക്ക് വേണ്ടി വേണമെങ്കിൽ ഉപയോഗിക്കാം. ഉദാഹരണത്തിന്,
ഒരു കുടുംബത്തിൽ, സാധാരണ കുടുംബജീവിതങ്ങളിൽ ഒരു സ്ത്രീ തൻ്റെ ഭർത്താവിൻ്റെ ചെവിയിൽ അമ്മായിയമ്മയെക്കുറിച്ച് കുറ്റങ്ങളും കുറവുകളും പറഞ്ഞ് ഭർത്താവിൻ്റെ മനസ്സിൽ സ്വന്തം അമ്മയോടുള്ള വിദ്വേഷം നിറയ്ക്കാൻ സാധിക്കും. നേരെ മറിച്ച് അതേ സ്ത്രീക്ക് വാചക സാമർഥ്യമുണ്ട് എങ്കിൽ അമ്മയെക്കുറിച്ച് നന്മകൾ പറഞ്ഞ് അമ്മയോടുള്ള സ്നേഹം വളർത്താനും സാധിക്കും. ഇതുപോലെ തന്നെ സ്വന്തം മരുമകളെക്കുറിച്ച് മകനോട് നല്ല കാര്യങ്ങൾ പറഞ്ഞ് മതിപ്പ് വർദ്ധിപ്പിക്കാനും സാധിക്കും. മോശകാര്യങ്ങൾ പറഞ്ഞ് ആ മനസ്സിൽ ദുഷിപ്പ് വർദ്ധിപ്പിക്കാനും സാധിക്കും. നമ്മുടെ അനുദിന ജീവിതത്തിൽ നമുക്കുള്ള ഏത് കഴിവും, ചെറുതോ വലുതോ ആകട്ടെ, ഏത് കഴിവും എങ്ങനെ ഉപയോഗിക്കണം എന്നുള്ളത് നമ്മുടെ തന്നെ തീരുമാനത്തിൻ്റെ ഭാഗമാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, നമ്മുടെ എല്ലാ കഴിവുകളും സാമർഥ്യങ്ങളും ദൈവരാജ്യ വികസനത്തിന് വേണ്ടി ഉപയോഗിക്കാം, നന്മയ്ക്ക് വേണ്ടി ഉപയോഗിക്കാം. കാരുണ്യത്തിൻ്റെ, സ്നേഹത്തിൻ്റെ, ക്ഷമയുടെ, ദയയുടെ സുവിശേഷം ജീവിതം കൊണ്ട് പ്രസംഗിക്കുന്നവരായി മാറുവാൻ നമുക്ക് പരിശ്രമിക്കാം. നല്ല സമറായൻ്റെ ഉപമ പറഞ്ഞ ഈശോ നമ്മെ ഓരോരുത്തരെയും അനുഗ്രഹിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, പ്രാർത്ഥിക്കുന്നു. പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ.